നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ യുഎസിന് കനത്ത നഷ്ടം. യുഎസ് നാവികസേനയുടെ അത്യാധുനിക ഡ്രോൺ തകർന്നതിന് സ്ഥിരീകരണം. MQ-4C ട്രൈറ്റൻ ഡ്രോൺ തകർന്നതായി നേവൽ സേഫ്റ്റി കമാൻഡിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ കാരണങ്ങളാൽ തകർന്ന സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല. നോർത്രോപ്പ് ഗ്രൂമൻ നിർമ്മിച്ച ഈ സമുദ്ര നിരീക്ഷണ ഡ്രോണിന് ഏകദേശം $240 ദശലക്ഷം, അതായത് ഏകദേശം 2000 കോടി രൂപയാണ് വില. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ ഒന്നാണിത്. ഡ്രോണിന് 50,000 അടിക്ക് മുകളിൽ ദീർഘനേരം തുടർച്ചയായി പറക്കാൻ കഴിയും. ഇറാനുമായുള്ള വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. രണ്ടാം ഘട്ട ചർച്ചകളിൽ പങ്കെടുക്കണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം യുഎസും ഇറാനുമായുള്ള ചർച്ചകൾ 72 മണിക്കൂറിനുള്ളിൽ നടക്കുമെന്നും ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി പാകിസ്ഥാനിലേക്ക് പോകാനായിരുന്നു വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ യാത്ര. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 2 കപ്പലുകൾ പിടിച്ചെടുത്ത് ഇറാൻ തീരത്തേക്ക് മാറ്റിയതായി റവല്യൂഷണറി ഗാർഡ്സ്. ഇതിലൊരു കപ്പൽ ദുബായിൽ നിന്നും ഗുജറാത്തിലേക്ക് വരികയായിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ യാത്ര റവല്യൂഷണറി ഗാർഡ്സിന്റെ അനുമതിയോടെ ആയിരിക്കണമെന്നും സേന വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയതായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടന്നതെന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. ഇറാനുമായുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഭരണകൂടത്തിൽ ഭിന്നതകൾ നിലനിൽക്കുന്നതിനാൽ ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായി വെടിനിർത്തൽ നീട്ടുകയാണെന്നും എന്നാൽ രാജ്യത്തിന്റെ തുറമുഖങ്ങളിൽ US നാവിക ഉപരോധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ വെടിനിർത്തൽ കരാർ കാലാവധി അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു പ്രഖ്യാപനം. സമാധാന ചർച്ചകൾക്കായി ഇനി വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചതിനെ തുടർന്നാണിത്. വെടിനിർത്തൽ നീട്ടാൻ പാകിസ്ഥാൻ നേതാക്കൾ തന്നോട് അഭ്യർത്ഥിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തു. റാമല്ലയ്ക്ക് കിഴക്കുള്ള അൽ മുഖയിൽ ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ 13കാരനായ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. പാലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയെ ഉദ്ധരിച്ച് വഫ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് അൽ മുഖയിൽ ബോയ്സ് സ്കൂളിന് നേരെ കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തിനിടെയാണ് വെടിവയ്പ് ഉണ്ടായത്. കൊല്ലപ്പെട്ട രണ്ടാമത്തെയാൾ 32 വയസ്സുകാരനാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റു 4 പേരെ വെടിയേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇറാന്റെ പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടിട്ടില്ലെന്നും ഇറാൻ ഔദ്യോഗിക മാധ്യമം. ഇസ്ലാമാബാദിൽ ഇന്നായിരുന്നു ചർച്ച നടക്കേണ്ടിയിരുന്നത്. ഇറാൻ പങ്കെടുക്കില്ലെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ ചർച്ച അനിശ്ചിതത്വത്തിലാണ്. അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ എത്തുമെന്ന് കരുതിയിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസ് ബുധനാഴ്ച മാത്രമേ എത്തൂവെന്ന് വൈറ്റ് ഹൗസും അറിയിച്ചു. ഇതോടെ ചർച്ച നീട്ടിവെക്കുമെന്നാണ് സൂചന. പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി നടക്കാനിരിക്കുന്ന ചർച്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തേക്കുമെന്നും റിപ്പോർട്ട്. ഇറാനുമായി കരാറിലെത്താനായാൽ നേരിട്ടോ വെർച്വലായോ ട്രംപ് ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം നടക്കുമെന്ന് കരുതിയിരുന്ന ചർച്ച ഇനി വരും ദിവസങ്ങളിലേക്ക് നീട്ടുമെന്നാണ് നിലവിലെ വിവരം. ഇറാൻ വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഓർമ്മിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ സമ്പൂർണ്ണമായി തകർത്തെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടു. ഇറാൻ US രണ്ടാം ഘട്ട ചർച്ചകൾ ഇന്ന് നടക്കുമോ എന്ന അനിശ്ചിതത്വത്തിനിടെ വാക്പോരുമായി USഉം ഇറാനും. വെടിനിർത്തൽ അവസാനിക്കുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബുകൾ വർഷിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹോർമുസിൽ ഉപരോധം ലംഘിച്ച ഇറാനിയൻ കപ്പൽ US പിടിച്ചെടുത്തതിനെ തുടർന്ന് സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ വിസമ്മതിച്ചതിന് പിന്നാലെയാണിത്. കരാറിലെത്താനാകാതെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുകയാണെങ്കിൽ ഇറാനുമേൽ അനേകം ബോംബുകൾ പെയ്തിറങ്ങുമെന്നും PBS ന്യൂസിനോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാനിൽ ആഭ്യന്തര പ്രതിഷേധങ്ങളുടെ പേരിൽ അറസ്റ്റിലായ 8 വനിതകളുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്നും ഇറാൻ പിന്മാറിയെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ വാക്കുകൾ ഇറാനും നേതാക്കളും കേട്ടെന്നും കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന വധശിക്ഷ
മാറ്റിയെന്നുമാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. 4 പേരെ ഇറാൻ ഉടൻ വിട്ടയക്കുമെന്നും മറ്റുള്ളവർക്ക് 1 മാസം തടവ് ശിക്ഷ വിധിച്ചെന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 വനിതകളെ വിട്ടയക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ആഭ്യന്തര പ്രതിഷേധങ്ങളുടെ പേരിൽ അറസ്റ്റിലായ 8 സ്ത്രീകൾക്ക് വധശിക്ഷ വിധിച്ചു എന്ന വാർത്തകൾ തള്ളി ഇറാനിയൻ ജുഡീഷ്യറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രക്ഷോഭകരായ സ്ത്രീകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ട്രംപിന്റെ വാദങ്ങളെ തള്ളിയത്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വനിതകളെ ഉപദ്രവിക്കരുതെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ വിഷയം വലിയ ചർച്ചയായിരുന്നു. വധശിക്ഷയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ രാജ്യാന്തര തലത്തിൽ ചർച്ചയായതോടെ വിഷയത്തിൽ ഇറാൻ ജുഡീഷ്യറി തന്നെ വ്യക്തത വരുത്തിയത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോയിരിക്കുകയാണെന്നും ജുഡീഷ്യറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ മിസാൻ ഓൺലൈൻ പരിഹസിച്ചു. വധശിക്ഷയുടെ വക്കിലാണെന്ന് ആരോപിക്കപ്പെട്ട സ്ത്രീകളിൽ ചിലരെ ഇതിനോടകം വിട്ടയച്ചു കഴിഞ്ഞു. മറ്റുള്ളവർ ഗൗരവകരമായ കുറ്റങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അവർക്ക് പരമാവധി ലഭിക്കാവുന്നത് തടവ് ശിക്ഷ മാത്രമാണെന്നും മിസാൻ ഓൺലൈൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത്. സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതിനാണ് കപ്പലുകൾ പിടിച്ചെടുത്തതെന്ന് ഇറാൻ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഒരു ഏകീകൃത സമാധാന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതുവരെ ആക്രമണം ഉണ്ടാവില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണം നിർത്തിയെങ്കിലും ഇറാന്റെ സമുദ്ര വ്യാപാരം തടഞ്ഞുകൊണ്ടുള്ള US നാവികസേനയുടെ ഉപരോധം തുടരുമെന്നും ട്രംപ് അറിയിച്ചു. ഈ ഉപരോധത്തെ യുദ്ധപ്രഖ്യാപനമായാണ് ഇറാൻ കാണുന്നത്. US ഉപരോധം തുടരുന്നിടത്തോളം കാലം ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് ഇത് കാരണമായി. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിന് സമീപവും 3 കപ്പലുകൾക്ക് നേരെ വെടിവയ്പ് ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഇസ്ലാമാബാദിൽ നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ചകളിൽ ഇരുവിഭാഗവും പങ്കെടുത്തില്ല. അമേരിക്കൻ പ്രതിനിധി സംഘം വാഷിംഗ്ടണിൽ നിന്നും പുറപ്പെട്ടിട്ടില്ലെന്നും ഇറാൻ ചർച്ചയ്ക്കുള്ള ക്ഷണം ഔദ്യോഗികമായി സ്വീകരിച്ചില്ലെന്നുമാണ് വിവരം. ചർച്ച മുടങ്ങിയത് തിരിച്ചടിയാണെങ്കിലും ഇരു രാജ്യങ്ങളും ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടരുകയാണ്.